നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഏപ്രിൽ മാസം 22-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണ് മഞ്ഞൾപ്പൊടി. കറികളിൽ രുചി കൂടുന്നതിന് മാത്രമല്ല, മഞ്ഞൾ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, പണ്ടുകാലത്ത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്ന മഞ്ഞളാണ് കറികളിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇതിൽ എന്തെല്ലാം മായങ്ങൾ കലർന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. സുഗന്ധവ്യഞ്ജനങ്ങൾ മുതൽ എണ്ണകളും ധാന്യങ്ങളും വരെ ഇപ്പോൾ മായം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മഞ്ഞൾപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുവാനുള്ള മാർഗം അറിയിച്ചിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള മാർഗങ്ങളാണിത്. മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞ നിറത്തിലുള്ള കളിമണ്ണാണ് മായമായി ചേർക്കുന്നത്. ഇത് തിരിച്ചറിയാനായി ഗ്ലാസ് ശുദ്ധജലം, 1 സ്പൂൺ നിങ്ങൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എന്നിവ മാത്രം മതി. ആദ്യം 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ശേഷം കുറച്ച് സമയം ഇത് മാറ്റിവെക്കുക. ശുദ്ധമായ മഞ്ഞളാണെങ്കിൽ വെള്ളം ഏറെ നേരം കഴിഞ്ഞാലും മഞ്ഞ നിറത്തിലിരിക്കും. എന്നാൽ അതിൽ കളിമണ്ണ് കലർന്നിട്ടുണ്ടെങ്കിൽ ഗ്ലാസിന്റെ താഴ്ഭാഗത്ത് പൊടി അടിഞ്ഞു കിടക്കും. കാരണം കളിമണ്ണ് വെള്ളത്തിൽ ലയിക്കില്ല. ഈ ഒരു മാർഗം പരീക്ഷിച്ച ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ മായമില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായം ഈ അധ്യയന വർഷവും 5 വയസ്സായി തന്നെ തുടരും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രായപരിധി 6 വയസ്സായി ഉയർത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നെങ്കിലും കേരള വിദ്യാഭ്യാസ ചട്ടം മുൻനിർത്തി പഴയ രീതി തുടരാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. 6 വയസ്സ് നിബന്ധന കർശനമാക്കിയാൽ സ്കൂളുകളിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടാകുമെന്നും ഇത് അധ്യാപകരുടെ ജോലി സ്ഥിരതയെ ബാധിക്കുമെന്നുമുള്ള വിലയിരുത്തലിലാണ് ഈ ഒരു നടപടി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 2025-ൽ മാത്രം 16,500 കുട്ടികളുടെ കുറവാണ് ഉണ്ടായത്. ഈ വർഷം പ്രായപരിധി 6 വയസ്സാകുമെന്ന് കരുതി കുട്ടികളെ വീണ്ടും UKG ക്ലാസ്സുകളിലും അങ്കണവാടികളിലും ഇരുത്താൻ തയ്യാറെടുത്തിരുന്ന രക്ഷിതാക്കൾക്ക് പുതിയ തീരുമാനം വലിയ ആശ്വാസമാകും. പ്രായപരിധി ഒഴിവാക്കുന്നത് ഒഴിവാക്കിയതോടെ സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്ന സാഹചര്യം ഒഴിവാകുകയും അധ്യാപകരുടെ ആശങ്കകൾക്ക് പരിഹാരമാവുകയും ചെയ്യും. മെയ് മാസം 2 മുതൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പ്രവേശന നടപടികൾ ആരംഭിക്കും. മതിയായ രേഖകൾ ഹാജരാക്കാൻ സാധിക്കാത്തവർക്ക് താൽക്കാലിക പ്രവേശനം നൽകാൻ സൗകര്യമുണ്ടാകും. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോമും സൗജന്യമായി നൽകും. പ്രവേശനത്തിനായി കുട്ടികൾക്ക് യാതൊരുവിധ പരീക്ഷകളും നടത്തരുതെന്നും ഫീസുകൾ ഈടാക്കരുതെന്നും വിദ്യാഭ്യാസ വകുപ്പ് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്: ഭാരതത്തിന്റെ ഗ്രാമീണ മേഖലയെ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുമായി കേന്ദ്ര സർക്കാർ. UPA സർക്കാരിന്റെ കഴിഞ്ഞ കാലത്തെ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി മോദി സർക്കാർ കൊണ്ടുവരുന്ന VBG റാംജി പദ്ധതി ഉടൻ നടപ്പിലാക്കും. പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാനും അഴിമതി തുടച്ചു നീക്കാനും ആധുനിക സാങ്കേതിക വിദ്യയായ GPS അധിഷ്ഠിത നിരീക്ഷണം നിർബന്ധമാക്കാനാണ് കേന്ദ്ര നീക്കം. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ഗ്രാമീണ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊപ്പം അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 100 ദിവസമായിരുന്ന തൊഴിൽ ഗ്യാരണ്ടി ഇനി മുതൽ 125 ദിവസമായി ഉയർത്തും. ഇതോടെ ഗ്രാമീണ കുടുംബങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ സാധിക്കും. കൂടാതെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനത്തിൽ ഗണ്യമായ വർധനവും ഉണ്ടാകും. പുതിയ പരിഷ്കാരത്തിലൂടെ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്ന ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനകം പണം ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തുമെന്ന് ഉറപ്പുവരുത്താൻ കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പദ്ധതിയിൽ കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കാൻ VBG റാംജിയിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ജോലി നടക്കുന്ന സ്ഥലങ്ങളിൽ GPS അധിഷ്ഠിത ട്രാക്കിങ്ങും ബയോമെട്രിക് ഹാജറും ഏർപ്പെടുത്തുന്നതോടെ വ്യാജ മസ്റ്റർ റോളുകൾ ഉപയോഗിച്ച് പണം തട്ടുന്ന സംഘങ്ങൾക്ക് തിരിച്ചടിയാകും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്: 1000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കാണ് 1000 രൂപ എത്തിച്ചേരുക.
അപേക്ഷ സമർപ്പിച്ചിട്ടും ഈ ഒരു തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ കാരണമാണ് ഈ ഒരു തുക ലഭിക്കാത്തത്. അതിനാൽ തന്നെ അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് അതിലെ തെറ്റുകൾ തിരുത്തി വീണ്ടും റീസബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു തുക വരും മാസങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലും ലഭ്യമാവുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.